എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ടാറ്റ നാനോയുടെ ഓക്സിജൻ സെൻസർ അത് വരുന്നത് എക്സോസ്റ്റിലാണ്. ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഉൾവശമൊക്കെ നല്ല വെളുത്തതാണ്. എന്തെങ്കിലും പണി കിട്ടിയ വണ്ടിയാണെങ്കിൽ അത് മൊത്തം ബ്ലാക്കായിട്ട് പോകും. അപ്പോൾ നമുക്ക് വേണ്ട സ്പാനർ ഓപ്പൺ സ്പാനർ ഇട്ടേ പിടിക്കാൻ പറ്റത്തുള്ളൂ. 22 വേണം. പിന്നെ ഇതിൻ്റെ കണക്ടർ ഊരേണ്ടത് ഇതിൽ ഈ റെഡ് ഈ സംഭവം ഉണ്ടല്ലോ, ഇത് മെല്ലെ പുറകോട്ട് വലിച്ച് അൺലോക്ക് ചെയ്യുക. അതിനുശേഷം വേണം ഇത് ഊരിയെടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിതിൻ്റെ എല്ലാ സെൻസറും അഴിച്ചതാണ്. ത്രോട്ടൽ ബോഡി അഴിച്ചപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സെൻസറും ഇതെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്തതാണ്. വണ്ടിയുടെ എൻജിൻ റൂം വാഷ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം വാഷ് ചെയ്ത് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അന്ന് പിന്നെ വണ്ടി കെട്ടി വലിക്കേണ്ടതായിട്ട് വന്നു. ഞാൻ പവർ വാഷൊന്നും അടിച്ചിട്ടില്ല. ബാക്കിയെല്ലാ ഭാഗങ്ങളും നല്ല ക്ലീൻ ആക്കിയതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഓക്സിജൻ സെൻസർ. ഇത് നല്ല പക്കാ വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല വെളുത്തിരിക്കുന്ന കണ്ടോ, ഇത് വെളുത്ത പൊടിയാണ്. നമ്മൾ കൈവച്ച് തൂക്കുമ്പം കണ്ടോ, വെളുത്ത പൊടിയാണ് വരുന്നത്. നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വണ്ടി അത്ര കണ്ടീഷൻ അല്ലെങ്കിൽ ഇത് മൊത്തം കറുപ്പായിരിക്കും. സിലിണ്ടേഴ്സിൻ്റെ പ്രോബ്ലമോ കംപ്രഷനൊക്കെ ശരിയല്ലെങ്കിൽ, എന്തെങ്കിലും ടൈമിങ്ങോ എന്തെങ്കിലും വാൽവിനൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ മൊത്തം കറുപ്പായിരിക്കും. അപ്പോൾ ഇത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മളിത് അഴിച്ച് നോക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, വണ്ടിക്ക് മൈലേജ് ഇല്ലാതെ വരിക, പിന്നെ ഓവർ ഹീറ്റ് അധികമായിട്ട് വരിക. വണ്ടി ഓവർ ഹീറ്റിലോട്ട് പോകത്തില്ല, എക്സോസ്റ്റിൻ്റെ ഭാഗത്ത് നല്ല ഹീറ്റായിരിക്കും. പുറകിലൊക്കെ നിങ്ങൾക്ക് നോർമലൊക്കെയായാലും നല്ല ഹീറ്റായിരിക്കും. മെയിനായിട്ട് വരുന്നത് മൈലേജാണ്. പിന്നെ രാവിലെ സ്റ്റാർട്ടിങ് പ്രോബ്ലം വരിക. പിന്നെ പെർഫോമൻസ് ചില സമയങ്ങളിലൊക്കെ നമ്മൾക്ക് തോന്നുമായിരിക്കും കുറച്ച് പുള്ളിമിങ്ങോ കുറവാണോ, അങ്ങനെയൊക്കെ തോന്നൽ വരും. അങ്ങനെയൊക്കെ വരുമ്പം നിങ്ങൾ ഓക്സിജൻ സെൻസർ അഴിച്ചെടുക്കുക. അങ്ങനെ അഴിക്കുമ്പോൾ തന്നെ ഇത് നിങ്ങൾ നോക്കണം. ഇതുണ്ട്, ഇതിപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടിയാണ്. എൻജിൻ അടിപൊളിയാണ് ഈ സാധനത്തിൻ്റെ. എക്സോസ്റ്റിൽ അങ്ങനെ കറുത്ത പോയൊന്നും വരുന്നൊന്നുമില്ല. എമിഷൻ പാസ് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. നിങ്ങൾ ആ എമിഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ, പൊല്യൂഷൻ എടുക്കുമ്പോഴേ അതിൻ്റെ വാല്യൂസ് നോക്കിയാൽ മതി. അല്ല, അവരോട് തന്നെ ചോദിച്ചാൽ മതി, എങ്ങനെയുണ്ട് ചേട്ടാ എമിഷൻ? അവർക്കറിയാതെ കുറവാണോ നോർമലാണോ. എമിഷൻ കൂടുതലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊന്നും ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് തുണിക്ക് ക്ലീൻ ചെയ്താൽ മതി. എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ ഇത് മൊത്തം ബ്ലാക്ക് ആയിരിക്കും. ഇതിപ്പോൾ കണ്ടോ, എൻ്റെ കയ്യിലൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ചെറിയ ഈ വൈറ്റിൻ്റെയും ഈ തുരുമ്പും ഈ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഓക്സിജൻ സെൻസർ. ഈ സാധനത്തിന് ഭയങ്കര വിലയാണ് കേട്ടോ. ഈ കാണുന്ന പോലൊന്നുമല്ല, വണ്ടീൻ്റെ കയ്യിലും വില വരും ചിലപ്പോൾ ഇതിന്. ഇതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ സെക്കൻഡ്സ് ഈ വണ്ടി പൊളിക്കുന്ന സ്ഥലത്ത് പോയിട്ട് 100-150 കൊടുത്തിട്ട് ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടാൽ മതി. ഇതിന് നല്ല വിലയുണ്ട് ഇതിന്. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി WD-40 അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കണ്ട, പെട്രോൾ തന്നെ എടുക്കുക. മണ്ണെണ്ണ ഡീസൽ അതൊന്നും എടുക്കരുത്, പെട്രോൾ തന്നെ എടുത്ത് ക്ലീൻ ചെയ്താൽ മതി. ഇതിൻ്റെ അകത്ത് കമ്പിയിട്ട് കുത്തുക ഒന്നും ചെയ്യില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ വാഷ് ചെയ്ത് മാത്രം എടുക്കുക. നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഉരച്ചൊന്നും ക്ലീൻ ചെയ്യണ്ട, നിങ്ങൾ ജസ്റ്റ് നമ്മൾ പെട്രോൾ എടുക്കുമ്പോൾ അതിൽ മുക്കി ക്ലീൻ ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് അന്നേരം തന്നെ നോക്കുക. എന്തെങ്കിലും തോന്നിയാലോ വണ്ടിക്ക്, ഇതിപ്പം ഒരു പ്രാവശ്യം കരി പിടിച്ചു എന്ന് വിചാരിച്ചു, പിന്നെയും ഇത് കൂടുതൽ ഫ്യൂൽ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും, മൈലേജിനെ ബാധിക്കും, പിന്നെ അത് കറുപ്പായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊന്നും ഞാൻ ഫിറ്റ് ചെയ്യട്ടെ, 2 കൈയും വേണം.